ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനാക്ഷി. രാവിലെ എണീക്കുമ്പോൾ തന്നെ ന്യൂസ് ചാനലുകളിൽ നമ്മൾ കാണുന്നത് വാർത്ത കൊലപാതകമാണ്. കാരണം ഇപ്പൊ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മനുഷ്യർ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായ കുറെ നാറികൾ നമ്മുടെ സമൂഹത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലത്തെ ഒരു സംഭവമായിരുന്നു ചേന്ദമംഗലത്ത് നടന്ന് ഋതുരാജ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒരു വീട്ടിലെ 3 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 4 പേരെയായിരുന്നു അവൻ കൊല്ലാൻ ശ്രമിച്ചതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു. പക്ഷെ ഹോസ്പിറ്റലിൽ ഗുരുതര അവസ്ഥയിലാണ്. ഇപ്പോൾ പോലീസിനോട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരാളെ കൂടി കൊല്ലാൻ പറ്റാത്തതിന് അവന് വിഷമമുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, അവന്റെയൊക്കെ ആ ഒരു ക്രിമിനൽ മൈൻഡ് നോക്കി. 3 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇതിൽ ജിതിൻ എന്ന് പറയുന്ന വ്യക്തി അവൻ കത്തി കൊണ്ട് കാലിലൊക്കെ കുത്തിയിട്ടുമുണ്ട്. ജിതിനാണ് രക്ഷപ്പെട്ടത്. പക്ഷെ അവനെയും ജിതിനെയും കൊലപ്പെടുത്താൻ പറ്റാത്തതിന്റെ വിഷമം അവനുണ്ടെന്ന് അവൻ പോലീസുകാരോട് പറഞ്ഞു. കുറെ ദിവസങ്ങളായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു ഇവൻ. കാരണം ആ വീട്ടിലെ എല്ലാവരെയും കൊലപ്പെടുത്തണമെന്ന് ഇവൻ കുറെ നാളായിട്ട് ചിന്തിച്ചു നടക്കുകയാണ്. അങ്ങനെ അവന് തക്കം കിട്ടിയ ഒരു ദിവസം പോയി. ആദ്യം ജിതിന്റെ ഭാര്യയായിരുന്നു അവൻ തലക്കടിച്ചത്. അതിനുശേഷം ജിതിനെയും പിന്നെ ജിതിന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനെയും അങ്ങനെയായിരുന്നു അവൻ കൊലപ്പെടുത്തിയത്. പക്ഷെ എന്നിട്ടും ഈ ഒരു 3 പേരെ കൊലപ്പെടുത്തിയിട്ടും അവൻ അടങ്ങിയില്ല. അവന് ജിതിനെയും കൊലപ്പെടുത്താൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു. ഇവനെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചേന്ദമംഗലത്തേക്ക് പോവുകയാണ്. അവിടെ ഈ കൂട്ടക്കൊല കേസിലെ പ്രതിയായ ഋതുവിനെ തെളിവെടുപ്പിനായി വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ തെളിവെടുപ്പ് നടത്തുന്നത് വലിയ വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ തെളിവെടുപ്പിനായി അവിടെ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പ്രതി ഋതുവിന്റെ വീടടക്കം നാട്ടുകാർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ബന്ധുക്കളൊക്കെ മാതാപിതാക്കൾ ബന്ധുവീടുകളിലേക്കൊക്കെ മാറി. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഈ നാറിയ നാട്ടുകാരുടെ മുന്നിൽ കിട്ടിയ ഇവനെ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് പോലീസ് ഇത് രാവിലെയാണ് ഇവനെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നത്. കാരണം ആ നാട്ടുകാരുടെ കൈ കിട്ടി അവനെ വെച്ചേക്കത്തില്ല. 2-3 പേരെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവന്റെ വീട് മൊത്തം ആ നാട്ടുകാരെ നശിപ്പിച്ചിട്ടുണ്ട്. അവന്റെ അമ്മ ബന്ധുവീട്ടിലേക്ക് മാറിയെന്നാണ് മാധ്യമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. ഇവനെയൊക്കെ ഈ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ, നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചത്. കാരണം അവൾ അത് അർഹിക്കുന്നുണ്ട്. പലരും രംഗത്ത് വന്നിട്ട് അവള് ചെറുപ്രായമാണെന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കുറെ പേരുണ്ട്. പക്ഷേ അവൾക്ക് ആ ശിക്ഷ, അതിൽ കുറഞ്ഞൊരു ശിക്ഷ അവൾ അനുഭവിക്കാനില്ല. അതേപോലെ ഇവന്മാരെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഇങ്ങനെ ചിലവര് നശിപ്പിക്കുന്നത്. ഈ ഒരു ഭൂമിയിൽ അവർ ജീവിക്കേണ്ട അവസരം നശിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുന്നവൻ പിന്നെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടും വധശിക്ഷ നല്ലതാണ്. പക്ഷെ വധശിക്ഷ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വധശിക്ഷ പറഞ്ഞിട്ട് കുറെ നാൾ അവര് ഇത് നോക്കി ഇരുന്നിട്ട് അവരെ കൊലപ്പെടുത്തണം. കാരണം ഇപ്പൊ എല്ലാരും പറയും, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെ പോലത്തെ സിസ്റ്റം കൊണ്ടുവരണം, അപ്പം തന്നെ തല വെട്ടി മാറ്റണം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളെടുത്ത് പറയുകയാണ്, ഇത്ര വയസ്സിൽ 35-ാമത്തെ വയസ്സിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനം കാണുമോ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആ ഒരു വയസ്സിലേക്ക് എത്തുന്നിടം വരെ നമുക്ക് ഒരു സമാധാനം കാണത്തില്ല. നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ സമാധാനത്തോടെ? അപ്പൊ മരണം മുന്നിൽ കാത്തിരിക്കുമ്പോൾ ആ വ്യക്തി ഒരു വട്ടം മരിച്ചെന്ന് അതിനർത്ഥം പിന്നീട് ഒന്നും കൂടെ കൊല്ലുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വധശിക്ഷ വേണം. വധശിക്ഷ കുറെ നാൾ നീട്ടിക്കൊണ്ട് പോയിട്ട് തന്നെ ഇവരെ കൊലപ്പെടുത്തണം. അതാകുമ്പോൾ ആ ഒരു മരണം നോക്കി മുന്നിൽ നിൽക്കുമ്പോൾ അത്രയും വേദനയും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. അങ്ങനെ വേണം ഇവരെയൊക്കെ വധശിക്ഷയിൽ ഏർപ്പെടുത്താൻ. അല്ലാണ്ട് പെട്ടെന്ന് കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ആ ഒരു ഗൾഫ് രാജ്യത്തിലെ ആ ഒരു സിസ്റ്റം ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ഇത്തരം നാറികളെ ഈ ഒരു സമൂഹത്തിന് ആവശ്യമില്ല. കാരണം ഇവന്മാർക്കൊന്നും നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ, ഒരാളുടെ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കും, എങ്ങനെ തോന്നുന്നു. പലയിടത്തു നിന്നും ഇവന്റെ അമ്മ ഇവനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് ഒരു മാനസിക രോഗിയാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എല്ലാവരും കാണിച്ചുകൊണ്ടാണ്. പക്ഷെ ഓൾറെഡി ഇവൻ ആ ഒരു കൃത്യം നടത്തുമ്പോൾ ഇവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, മാനസിക രോഗം ഒന്നുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവൻ സ്വബോധത്തോട് തന്നെ ചെയ്തതാണ്. കാരണം 3-4 ദിവസം കൊണ്ട്, ഇല്ലെങ്കിൽ 3-4 ദിവസമല്ല, കുറെ നാളുകൊണ്ട് ഇവൻ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ്. പിന്നെ ആ ഒരു കുടുംബത്തിനെ ഇല്ലാണ്ടാക്കണം, മൊത്തത്തിൽ തന്നെ ഇല്ലാണ്ടാക്കണമെന്ന് ഇവൻ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ്. ആസൂത്രണം ചെയ്ത് കൊല നടത്തിയതാണ്. എന്നിട്ടും ഒരു കൂസലുമില്ല, ഒരു ചെറിയ കുറ്റബോധം. എന്തിനാണ് കുറ്റബോധമൊക്കെ? എന്തിനാണ്? ഇവനെയൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമില്ല. അല്ലാണ്ട് ഇരട്ടി ജീവപര്യന്തോ ഇതൊന്നും അല്ല ഇവന് വേണ്ടത്. ഇവനെ വധശിക്ഷ തന്നെ. കാരണം ഭീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പൊ ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കിയാൽ ഒരു കൊലപാതകം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പലർക്കും നമ്മുടെ സമൂഹത്തിൽ പേടി വരും. പക്ഷെ ഒരു കൊലപാതകം ചെയ്താൽ ഇത്ര ഉള്ളെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യും?
മനുഷ്യർ വീണ്ടും അത് ചെയ്യാനായിട്ട് തോന്നും. അപ്പൊ ആ ഒരു പേടി എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരുവിധം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഒരു പരിധി വരെ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയ. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതുപോലെ ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയെ ഏതാണ്ട് 10-20 വെട്ടോളം അവൻ വെട്ടി. അവൻ പറഞ്ഞതാണ് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണെന്ന്. ഇവനൊന്നും ഒരിക്കലും ഒരു നിമിഷം പോലും ഈ ഒരു സമൂഹത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അവർ ആ ഒരു വേദന എന്നെ സഹിച്ചാണ് അവനെ പ്രസവിച്ചത്. എന്നിട്ട് അവൻ കാണിച്ചതാണ്. ഇവനൊക്കെ എന്താണ് സ്വന്തം അമ്മയോട് ഇങ്ങനെ കാണിക്കുന്നവൻ നാളെയൊക്കെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കും? ഒരിക്കലും പ്രായപരിധിയിൽ ഇവന്മാർക്കൊന്നും, കാരണം ഇവന്മാർ ചെയ്യുന്നത് ഇപ്പം ഗ്രീഷ്മയുടെ കേസ് തന്നെ പറഞ്ഞയാള് 22 വയസ്സേ ഉള്ളു. 22 വയസ്സിൽ അവൾ അത് ചെയ്തെങ്കിൽ അവൾക്കൊരു 10-35 വയസ്സുണ്ടെങ്കിൽ അവൾ ഇതിനപ്പുറം ചെയ്യും. പലരും ന്യായീകരിക്കാൻ വന്ന് ആ ഒരു വയസ്സിൽ 21-20 വയസ്സെങ്ങാണ്ടേ ഉള്ളു ഈ ഒരു അമ്മയെ കൊന്നു. എന്തോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ ആ ഒരു 21 വയസ്സിൽ അത്രയും വെട്ടി അമ്മയെ കൊലപ്പെടുത്തണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലും ഇവൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു സംഭവം നടക്കുമ്പോഴും ഇവൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. അവനൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് വധശിക്ഷ എന്ന് പറയുന്ന കാര്യം ഗ്രീഷ്മയുടെ കേസിൽ നടപ്പിലാക്കണം. ഇതുപോലുള്ള ഈ പ്രതികൾക്കെല്ലാം ഇവന്മാരെ എല്ലാം ജയിലിലിട്ട് ഇവന്മാരെ പുഷ്ടിച്ചെടുപ്പിക്കാതെ ഇവന്മാർക്കെല്ലാം ആ ശിക്ഷ തന്നെ കൊണ്ടുവരണം. പക്ഷെ ആ ശിക്ഷ അവന്മാർ നരകിച്ച് അവന്മാർക്ക് കിട്ടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം.